കോൺഗ്രസിന് അത്തരം സമരപരിപാടികളോട് യാതൊരു തരത്തിലുമുള്ള യോജിപ്പില്ല. ഞങ്ങളുടെ നിലപാട് ഇന്നലെ തന്നെ KPCC മീഡിയ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന KPCC വക്താക്കൾ തന്നെ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ചാണകവെള്ളം തെളിക്കുന്നതും പുണ്യാഹം തെളിക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള സമരപരിപാടികളോട് കോൺഗ്രസിന്റെ അനുമതിയില്ല, കോൺഗ്രസ് അനുമതി നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ് കെ സുരേന്ദ്രനെ. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് തൃശൂർ MP. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല. എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റത്തെയും എതിർക്കും. സന്ധിയില്ലാതെ അതിനെതിർക്കും. നിരോധിക്കപ്പെട്ട PFന്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമായ ആദർശമുണ്ട്. അത് വർഗീയതയ്ക്കെതിരെയാണ്. അത് RSSന്റെയും സംഘപരിവാറിന്റെയും വർഗീയത എതിർക്കുന്നതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ന്യൂനപക്ഷം ആയിട്ടുള്ള ചില വർഗീയ ഫാസിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെയും എതിർക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ രണ്ട് വർഗീയ ഫാസിസ്റ്റുകളുമായി ഞങ്ങൾ ചെയ്യില്ല. മതനിരപേക്ഷതയിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ളത് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതിന് BJP സംസ്ഥാന പ്രസിഡന്റിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. വേറൊരു ഇപ്പൊ കിട്ടിയൊരു ഇൻഫർമേഷൻ, ഹൈക്കോടതി ജഡ്ജ് അനിൽ നരേന്ദ്രൻ ആൽമരം മുറിച്ചതിന് നേരിട്ട് കേസെടുത്തു എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി ദേവസ്വം ബെഞ്ചാണ് അനിൽ നരേന്ദ്രൻ, ദേവസ്വം ബെഞ്ചിന്റെ ജഡ്ജാണ്. കിട്ടിയ വിവരമാണ്. അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. ഞങ്ങള് യൂത്ത് കോൺഗ്രസ് ഇന്നലെ അവിടെ മാനിഷാദ എന്ന് പറഞ്ഞൊരു പ്രതീകാത്മക സമരം നടത്തിയിരുന്നു. മാനിഷാദ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാനിഷാദ സമരം എന്ന് പറയുന്നത് ആൽമരത്തിനും ഏത് മരം മുറിക്കുമ്പോഴും മലയാളികളായ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ ആ മരത്തോട് അനുമതി ചോദിച്ച് മരത്തിന്റെ അവിടെ പൂജ നടത്തി പകരം മരം വെച്ച് മരത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ എല്ലാവരും സംസ്കാരം. ആൽമരം വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വൈകാരികമായൊരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ചും വടക്കുനാഥന്റെ മുന്നിൽ മണികണ്ഠനാല്, നടുവിലാല്, അതേപോലെ തന്നെ നായക്കനാല്, ഈ 3 ആൽമരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പ്രമാണത്തിന്റെ സമർപ്പണവും ഇവിടെയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു അനാവശ്യമായ ആൽമരത്തിന്റെ കൊമ്പ് മെയിൻ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഒരുപക്ഷെ ആ മരം തന്നെ ഇതിന്റെ പേരിൽ ഇല്ലാതാകാൻ ആശങ്ക വിശ്വാസികളായ ആളുകൾക്കും പരിസ്ഥിതി പ്രവർത്തകന്മാർക്കും ഉണ്ട്.